Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah hamdan katsiran tayyiban mubarakan fihi kama yuhibbu rabbuna jalla wa ala. Allahumma salli wa sallim wa barik wa an'im ala nabiyyina wa habibina wa sayyidina Muhammad wa ala alihi at-tayyibin at-tahirin وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറ്റവും ആദരണീയരായിട്ടുള്ള ഇസ്ലാമി ആദർശ ബന്ധുക്കളെ, കാരുണ്യവാനായിട്ടുള്ള ദയാപരനായിട്ടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തും അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാകട്ടെ. പ്രിയങ്കരനായ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അബൂത്തറയിൽ സാഹിബ്, അതുപോലെ റഷീദ് മാസ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ചിട്ടുള്ള ഹമീദ് അലി സാഹിബ്, മറ്റുള്ള ആളുകൾ, അവരൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ മുജാഹിദുകളായി, എങ്ങനെയാണ് നമ്മൾ മുജാഹിദുകളായത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മുമ്പ് കാലഘട്ടങ്ങളിൽ ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കടന്നു വന്നത് ഖുർആൻ ക്ലാസ്സുകളിലൂടെയായിരുന്നു. 4-5 ആളുകൾ ഒരു പ്രദേശത്തുണ്ടാവും. അവിടെ ഒരു വിളക്ക് കത്തിച്ചോ പെട്രോൾ മാക്സ് കത്തിച്ചോ അങ്ങനെ ഒരു കടയുടെ വരാന്തയിലോ മറ്റോ അല്ലെങ്കിൽ മദ്രസയിലോ അങ്ങനെയൊക്കെ ഒരുമിച്ചുകൂടി ഖുർആൻ ഓതി അതിൻ്റെ അർത്ഥവും വിശദീകരണവും പറഞ്ഞുകൊടുത്ത് നിരന്തരമായിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകളിലൂടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിച്ചു വന്നത്. കുറേ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഈ ഖുതുബ ഉണ്ടല്ലോ, ജുമുഅ ഖുതുബ, അതൊക്കെ വല്ല സ്ഥലത്തും ടൗണിലോ മറ്റൊക്കെ പോകുമ്പോൾ ഖുതുബ കേട്ടിട്ട് അവരെന്ത് ചെയ്തു, ഇവരുടെ ഖുതുബ നല്ലതാണ്, അതിൽ കാര്യങ്ങൾ ദീന് പഠിക്കാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ഇവർ സ്ത്രീധനം വാങ്ങുന്നവരല്ല എന്ന് വിചാരിച്ച് അത്തരം മാമൂലുകളെ എതിർക്കുന്ന ഹലാലായ സമ്പത്ത് മാത്രമേ ഇവർ ഭക്ഷിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറയാനുള്ളത്, നമ്മുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, നമ്മുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന ആളുകൾ, അവരൊക്കെ ആ കാലഘട്ടത്തിൽ അധ്വാനിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ്, പ്രബോധന രംഗത്ത് സജീവമായത് കൊണ്ടാണ് നമ്മളൊക്കെ തൗഹീദ്, ഏകദൈവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളായി മാറാൻ കാരണമായത് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, അന്ന് അവരൊക്കെ ഈ ഇവിടെയുള്ള സമസ്തക്കാരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള പ്രതിലോമ ശക്തികളുടെയും ഒക്കെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട്, അത്തരം എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെല്ലാം ഭീഷണികളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വിവാഹം മുടക്കൽ, മരിച്ചാൽ ഖബർ കുഴിക്കാൻ അനുവദിക്കാതിരിക്കൽ, അങ്ങനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ. പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ കല്ലെടുത്തെറിയുക, അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് ഈ ഇസ്ലാഹി ആശയങ്ങൾ പ്രബോധനം ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും ആ ഒരു പ്രബോധന പ്രവർത്തനം ഇനിയും നമ്മൾ തുടരേണ്ടതുണ്ട്. എങ്ങനെയാണ് തുടരുക എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വയം സന്നദ്ധരാകണം. ഇവിടെ നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലാഹ്, ഇവിടെ നമുക്ക് മഹത്തായ ഒരു കേന്ദ്രമുണ്ട്. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും നമുക്ക് ഒരുമിച്ച് കൂടാൻ,
കേന്ദ്രങ്ങളില്ല. അപ്പോൾ നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇസ്ലാഹി പ്രവർത്തനത്തിന്, പ്രബോധന രംഗത്ത് നമ്മൾ സജീവമാകണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അമ്പിയാക്കളുടെ ദൗത്യമാണ് ഇവിടെയുള്ള ഓരോ ആളുകളും നിർവഹിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അമ്പിയാക്കൾ വന്നിട്ട് സമൂഹത്തിലുള്ള എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. നമുക്കതിന് കഴിയണം. പരിശുദ്ധ ഖുർആനിന്റെ 12-ാം അധ്യായം സൂറ യൂസുഫ് അതിന്റെ 108-ാമത്തെ വചനം, ഖുൽ നബി പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, ഈ പരിശുദ്ധ ഇസ്ലാം അതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഞാൻ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെയാ ക്ഷണിക്കുന്നത്? അലാ ബസീറ, വ്യക്തമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ, വ്യക്തമായ അറിവിന്റെ വെളിച്ചത്തിലാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. അനവമനിത്തബഅനി, നബി മാത്രമല്ല നബിയെ പിൻപറ്റുന്ന ആളുകളും. അല്ലാഹു മഹാപരിശുദ്ധനാണ്, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്നുള്ളതാണ്. അപ്പോ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. ഓർക്കണം, വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. എല്ലാ സത്യവിശ്വാസികളും പ്രബോധകന്മാരാകണം എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രബോധകന്മാരാകേണ്ടത്? എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്? അദ്ദേഹം പറയാൻ, അതായത് പ്രവാചകനാകട്ടെ, പ്രവാചകനെ പിൻപറ്റുന്നവരാകട്ടെ, എല്ലാവരും അള്ളാന്റെ റസൂൽ ക്ഷണിച്ച ആ രൂപത്തിൽ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. എങ്ങനെ ക്ഷണിക്കണം? അലാ ബസീറത്തിൻ വയഖീനിൻ വബുർഹാനിൻ ശർഈൻ വഅഖലിൻ, അതായത് വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ച കൊണ്ട്, ദൃഢബോധ്യം കൊണ്ട്, അതുപോലെ ബുർഹാനിൻ ശർഈൻ, മതപരമായ പ്രമാണം മനസ്സിലാക്കണം. മതപരമായിട്ടുള്ള ബുർഹാൻ എന്ന് പറഞ്ഞാൽ പ്രമാണം, തെളിവ്. ബുർഹാനിൻ ശർഈൻ, മതപരമായ പ്രമാണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. വഅഖലിൻ, ബുദ്ധിപരമായിട്ടുള്ള ലോജിക്ക്, അത് യുക്തിഭദ്രമായി കൊണ്ടായിരിക്കണം നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത് എന്ന് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദീനിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു മുമ്പൊക്കെ. പഴയ കാലത്തുള്ള മുജാഹിദുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് മൗലവി ഇതിന് തെളിവ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറയുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഓരോ മണ്ഡലം കമ്മിറ്റികളും മവദ്ദ ഫാമിലി സോണൽ മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൽ ഒന്ന് പ്രമാണത്തെ കുറിച്ചാണ് ക്ലാസ്. അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്രമാണമുണ്ടല്ലോ, മുമ്പ് കാലത്ത് നമ്മുടെ ആളുകൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, ദീനീപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെന്താണ് തെളിവ്, അതിനുള്ള ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെ അറിയാം? നിങ്ങൾ അറബിയിലുള്ള ഏതെങ്കിലും ഷെയ്ഖിൻ്റെ ഒരു കിതാബ് എടുക്കാം, ആ കിതാബിലെ കാല ഷെയ്ഖ് എന്ന് പറഞ്ഞ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഇബാറത്ത് വായിച്ച് അർത്ഥം പറഞ്ഞാൽ അതാണ് ദീന് എന്നുള്ള അവസ്ഥാവിശേഷം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് രഹസ്യമായും പരസ്യമായും. ഞാൻ വ്യക്തമായി കൊണ്ട് പറയുന്നു, ഇവിടുത്തെ വിസ്ഡം വിഭാഗം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരും അവരുടെ അതേ ആശയങ്ങളെ അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടെ കൊണ്ട് നടക്കുന്ന വേറെ ചില ആളുകളുണ്ട്. സക്കരിയാക്കൾ എന്നും, അതുപോലെ തന്നെ ഈ നിലമ്പൂരുള്ള ഒരു ടീം, ഒരു മങ്കട മൗലവിയുടെ കീഴിലുള്ള അങ്ങനെയുള്ള ടീമൊക്കെ എന്താണ്, അറബി ഷെയ്ഖുമാരുടെ വാക്കുകൾ വായിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് നോമ്പിനെ കുറിച്ചാകട്ടെ, നമസ്കാരത്തെ കുറിച്ചാകട്ടെ, സ്ത്രീ പുരുഷന്മാരുടെ വേഷവിധാനങ്ങളെ കുറിച്ചാകട്ടെ, ദീനിന്റെ എ മുതൽ സെഡ് വരെ എല്ലാ കാര്യങ്ങളും അവര് ഈ കിതാബിൽ വന്നത് വായിച്ച് അർത്ഥം പറഞ്ഞ് ഇതാണ് ദീൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 921 കാലഘട്ടം മുതൽ ഈ കേരളക്കരയില് മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചത്? ആയത്തോതിക്കൊണ്ടാണ്.
അതെ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം അതെന്താ? അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഖുർആൻ. അതാണ് ഒന്നാമത്തെ പ്രമാണം. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആന്റെ സൂറത്തു നിസാഇന്റെ 59-ാമത്തെ ആയത്തിൽ പറയാൻ, ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ് എന്ന് നിങ്ങൾക്ക് ആയത്തോതിക്കൊണ്ട് തന്നെ പറയാൻ വേണ്ടി കഴിയാം. എന്താ ആയത്ത്? സൂറത്തു നിസായിലെ 59-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാ. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ കിതാബ് അനുസരിക്കുക എന്നുള്ളതാണ്, പരിശുദ്ധ ഖുർആൻ അനുസരിക്കുക എന്നുള്ളതാണ്. ദീനിന്റെ ഒന്നാമത്തെ പ്രമാണം അള്ളാഹുവിന്റെ കിതാബ്. എത്ര ആയത്തുകളാണ് നിങ്ങൾക്കറിയോ? ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക എന്ന് വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അഅറാഫിന്റെ 3-ാമത്തെ വചനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈമാൻ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈമാൻ കാര്യം എത്രയാണ്? 6 അല്ലേ? 1 അല്ലാഹുവിലുള്ള വിശ്വാസം, 2 അവന്റെ മലായികത്തുകളുടെ വിശ്വാസം, 3 എന്താ? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം നമ്മൾ പറയാറില്ലേ? വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ അവസാനത്തെ വേദഗ്രന്ഥം ഏതാ? പരിശുദ്ധ ഖുർആൻ ആണല്ലോ. ആ ഖുർആനിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ സത്യവിശ്വാസിയാകുക, മുഅ്മിനാകുക. അപ്പോ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴേ ഖുർആനിന് തുല്യമായി ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഖുർആന് തുല്യമായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തുന്നതോ ഒന്നും തന്നെ ഇല്ല. അള്ളാഹിന്റെ കലാമാണത്. ഖുർആൻ എന്ന് പറയുന്നത് ആരുടേതാണ്? അള്ളാഹുവിന്റെ കലാമാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന് തുല്യമായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ അനർത്ഥങ്ങളുണ്ടോ? അതിൽ ബാത്തിലായ കാര്യങ്ങളുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എന്താ അതിന്റെ അർത്ഥം? തീർച്ചയായും നാമാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ സംരക്ഷിക്കുമെന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അള്ളാഹിന്റെ കിതാബ് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിന്റെ 42-ല് പറയുകയുണ്ടായി, അതിന്റെ മുമ്പിലൂടെ ഒരു ബാത്തിലായ സംഗതിയും ഒരു അനർത്ഥമായ കാര്യവും വരികയില്ല. വലാമിൻ ഖൽഫിഹി, അതിന്റെ പിന്നിലൂടെയും പരിശുദ്ധ ഖുർആനിലെ ഒരു അനർത്ഥങ്ങളും ഉണ്ടാവുകയില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അത് യുക്തിമാനായിട്ടുള്ള സ്തുത്യർഹനായിട്ടുള്ള റബ്ബിന്റെ അടുക്കൽ നിന്ന് അവതരണമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഖുർആന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ എന്തുണ്ട്? പറയൂ, കൂലിയുണ്ട് അല്ലേ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവന് അത് നിമിത്തം നന്മയുണ്ട്. ആ ഒരു നന്മ എന്നുള്ളത് അവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് 10 ഇരട്ടിയായി നൽകപ്പെടുമെന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിഫ് ലാം മീം. ആ അലിഫ് ലാം മീം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരക്ഷരമല്ല, വലാകിൻ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ, അതൊക്കെ വ്യത്യസ്തമായ അക്ഷരങ്ങളാണ്. അപ്പോൾ ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അയാൾക്ക് എത്ര പ്രതിഫല? 30 പ്രതിഫലമുണ്ട്. എന്നാൽ അയാൾ ഇഖ്ലാസ് കൂടുതലുള്ള നല്ല ശ്രദ്ധയോടുകൂടെ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല തഖ്വയോടുകൂടെ ഭക്തിയോടുകൂടെ ഖുശൂഅോടുകൂടെയൊക്കെയാണ് ഓതുന്നതെങ്കിലോ അത് 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന. അപ്പൊ ഖുർആനിന് ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്, 10,000 കണക്കിന് ഹദീസുകളുണ്ട്. ഒരൊറ്റ ഹദീസിലും
ഖുർആനിന് പുറമെ ഏതെങ്കിലും ഒന്നിന്റെ ഒരക്ഷരം വായിച്ചാൽ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തിന്റെ അക്ഷരം വായിച്ചാൽ പ്രതിഫലമുണ്ടെന്ന് പറയുക? അള്ളാന്റെ കിതാബ്, പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരമാണ് വായിക്കുന്നതെങ്കിലും അതിന് നന്മയുണ്ട്, പ്രതിഫലമുണ്ട്. ഖുർആന്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം എന്താ? പരിശുദ്ധ ഖുർആനാണ്. ഏതെങ്കിലും ഗൾഫിലെ ഷെയ്ഖുമാര് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങള്, പുസ്തകങ്ങള്, കിതാബുകള്, അതിലെ വരികളല്ല ഇസ്ലാമിന്റെ പ്രമാണം, മൻഹജല്ല, മറിച്ച് എന്താ? പരിശുദ്ധ ഖുർആൻ. അതാണ് ഒന്നാമത്തെ പ്രമാണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒരബദ്ധവും പിടിപെടാത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അതിന്റെ ഒന്നാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ എത്ര അധ്യായങ്ങളുണ്ട്, എത്ര ആയത്തുകളുണ്ട്, ഏതൊക്കെ സൂറത്ത് എന്നൊക്കെ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. അത് തകർക്കാനും ആർക്കും കഴിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ പ്രമാണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രമാണം, ഈ ഒന്നാമത്തെ പ്രമാണം ഇതാണെന്നൊക്കെ പറയുന്നവരെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരെന്താ? പറയൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതെ, വെരി ഗുഡ്. കേനം മർക്കസു ദഅവ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുമ്പ് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നത് ഖുർആൻ ക്ലാസ്സുകൾ കേട്ടിട്ടും, അതുപോലെ ഖണ്ഡന മണ്ഡനങ്ങൾ കേട്ടിട്ടും, അതുപോലെ ജുമുഅ ഖുതുബകൾ കേട്ടിട്ടും, അതുപോലെ പഴയകാല ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ലാളിത്യവും തഖ്വയും കണ്ടുകൊണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇന്ന് ആ ഒന്നാമത്തെ പ്രമാണം അതിനെയൊക്കെ വില കുറച്ച് കാണിക്കുന്ന, അതുപോലെ തന്നെ ഈ ഹദീസാണല്ലോ രണ്ടാമത്തെ പ്രമാണം. ഈ ഖുർആനും ഹദീസും വ്യത്യാസമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു കാലമായി, ഖുർആൻ വിവരണം എന്നാണ് അതിന്റെ പേര്. പരിഭാഷകളും വ്യാഖ്യാനങ്ങളും വായിക്കുന്നവർക്കുള്ള ഒരു മാർഗരേഖ. ഒരു പുസ്തകത്തിന്റെ പേര് മലയാളത്തിലാണ്. ഇത് എഴുതിയിട്ടുള്ളത് അബ്ദുൽ കരീം അമാനി എന്ന് പറയുന്ന ഒരു മൗലവിയാണ്. ഇതിന്റെ 33-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് എന്താ പറയുന്നത്? ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു നിങ്ങൾ, എന്താണ് ഹെഡിങ്? ഖുർആനിനും സുന്നത്തിനുമിടയിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞതിന്റെ മലയാളം എന്താ? ഖുർആനും സുന്നത്തും ഒരുപോലെയാണ് എന്ന്. ഇങ്ങനെ ഇത് വിശ്വസിച്ചാലുണ്ടല്ലോ നമ്മുടെ ഈമാൻ ഖറാബാവും, നമ്മുടെ ഈമാന് നശിക്കും. കാരണം എന്താ? നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണത് കിതാബുകളുടെ വിശ്വാസം. ആ കിതാബിലെ അവസാനത്തെ ഗ്രന്ഥം എന്താണ്? വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആന് തുല്യമായി യാതൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്നാൽ ഇവരെന്താ പറയുന്നത്? ഖുർആനിനും സുന്നത്തിനും ഇടയിൽ വിവേചനമില്ല എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഖുർആനിനും സുന്നത്തിനും ഇടയിൽ വിവേചനം കാണിക്കാനോ അവയെ തമ്മിൽ വേർപിരിക്കാനോ പാടില്ല. ഇത് വേർപ്പെടുത്താൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അബദ്ധാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത പേജില്, അതായത് 29-ാമത്തെ പേജില് ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇതുകൊണ്ടാണ് കേരള നിദുബത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ പ്രവർത്തിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതി മിമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട്, കിട്ടുന്ന പല വേദികളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പോലും അട്ടിമറിക്കുകയാണ്. അതാരാ? ഇവിടുത്തെ സമസ്തക്കാരെ മാറ്റി നിർത്താൻ നമുക്ക്. അവര് ഒരുപാട് ദുർമാർഗത്തിലാണ്. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാന്നാണ് അവര് പറയുന്നത്. അവര് ഒരുപാട് ശിർക്കും ബിദ്അത്തും ഒക്കെ ചെയ്തുകൊണ്ട്, സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ സലഫികളുടെ പേര് പറഞ്ഞുകൊണ്ട്, മുജാഹിദുകളുടെ പേര് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ എഴുതിവിടുന്ന കാര്യമാണിത്. ഖുർആനും സുന്നത്തും അതിനിടയിൽ വേർതിരിവ് പാടില്ല, രണ്ടും തുല്യ പ്രമാണങ്ങളാണ് എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾ? ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾക്കെതിരെ
ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് സൂറത്തുൻ നിസാ അതിന്റെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഒന്നാമതായിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹിനെ അനുസരിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബ് അനുസരിക്കുക എന്നുള്ളതാണ്. എന്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞിട്ടുള്ള കാര്യം? ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിഹി. എന്താ 2 കാര്യങ്ങള്? ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, മറ്റൊന്നോ രണ്ടാമത്തേത് എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹീഹായ തിരുസുന്നത്ത്. അപ്പൊ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആൻ. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജനങ്ങളോട് പറയണം. മനസ്സിലായോ? എന്ത് കാര്യത്തിനും ഖുർആനും ആയത്ത് ഉദ്ധരിക്കുക വേണ്ടത്. ഇത് നമ്മൾ വാശി പിടിച്ച് പറയല്ല, അങ്ങനെയായിരുന്നു മുൻഗാമികൾ. നിങ്ങൾക്കറിയോ, ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവാണ്. പ്രവാചകന്റെ പത്നിമാര് നമ്മുടെ ആരാ? പറയൂ. ആ മാതാക്കളിലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ കൂട്ടത്തിലെ പ്രഗൽഭയാണ്, ഖുർആൻ പണ്ഡിതയാണ്. മുതിർന്ന സഹാബികള്, ബദറിൽ പോലും പങ്കെടുത്ത പ്രായം ചെന്ന വലിയ സ്വഹാബി വര്യന്മാർ, മതപരമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോകും. അവര് ആയത്തോതി മറുപടി പറയും. മനസ്സിലായോ? ഞാൻ സഹീഹ് മുസ്ലിമിലെ 177-ാമത്തെ വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ നിവേദനം ചെയ്യാൻ, അതായത് ഒരാള് വലഖദ് റആഹു ബിൽ ഉഫുഖൽ മുബീൻ, സൂറത്തു തക്വീറിലെ 23-ാമത്തെ ആയത്താണ്. അതുപോലെ വലഖദ് റആഹു നസ്റത്തൻ ഉഖ്റാ, സൂറത്തു നജ്മിലെ 13-ാമത്തെ ആയത്താണ്. ഈ 2 ആയത്തുകളുടെയും അർത്ഥം എന്താ? വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, വ്യക്തമായ ചക്രവാളത്തിൽ വെച്ചിട്ട് അദ്ദേഹം അവനെ കണ്ടു എന്നാണ്. അപ്പൊ ആരെ കണ്ടു എന്ന് മനസ്സിലാക്കുന്നിടത്ത് ചില ആളുകൾക്ക് തെറ്റുപറ്റി. വലഖദ് റആഹു നസ്റത്തൻ ഉഖ്റാ, അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിലും മറ്റൊരു ഇറക്കത്തിലും തീർച്ചയായും അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതാണ്. അത് ഈ ആയത്തുകൾ ഓതി ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുൽ ആലമീനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ചില ആളുകൾ മനസ്സിലാക്കി. പിടികിട്ടിയോ? അപ്പോ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഈ കാര്യം ആരോട് ചോദിക്കുക? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചോദിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? ഹദീസല്ല ആദ്യം എടുത്തത്, ഏതെങ്കിലും കിതാബല്ല എടുത്തത്, പിന്നെന്താ? പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആയത്തുകളാണ്. അവർ പറയാണ് ഈ ഹദീസിലെ സഹീഹ് മുസ്ലിമിലെ 177-ാം നമ്പർ ആ സംഭവങ്ങൾ പറയാണ്. അതിൽ പറയാണ്, ഫഖാലത് അന അവ്വലു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ 1-ാമത്തെ വ്യക്തിയാകുന്നു ഞാൻ. സഅല അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 2 ആയത്തുകളെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ആയത്തുകളെ കുറിച്ച് ചോദിച്ച ഈ സമുദായത്തിലെ 1-ാമത്തെ വ്യക്തിയാകുന്നു ഞാൻ. ഫഖാല, എന്താണത്? റസൂൽ പറയാൻ, ഇന്നമാ ഹുവ ജിബ്രീൽ, അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി ജിബ്രീലിനെ കണ്ടു എന്നാണ് ഈ ആയത്തില്, അല്ലാതെ അള്ളാഹിനെ കണ്ടു എന്നല്ല. മനസ്സിലായോ? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കുൽ മുഖറബിനെ ശരിയായ രൂപത്തിൽ കണ്ട സംഭവമാണ് ഈ ആയത്തിൽ പറയുന്നത്, അല്ലാതെ റബ്ബുൽ ആലമീനെ കണ്ടതല്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി ആവട്ടെ മറ്റേതൊരു മനുഷ്യരാവട്ടെ ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ നേരിട്ട് കാണുകയില്ല എന്ന് ആയത്തോതി പറയുകയാണ്. അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് ആയത്ത്? സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്ത്. ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ, കണ്ണുകൾ
അവനെ കാണുകയില്ല, അവനെ പ്രാപിക്കുകയില്ല. നമ്മുടെ ഈ കണ്ണുകളുണ്ടല്ലോ, നമ്മുടെ കണ്ണുകളാകട്ടെ, മുഹമ്മദ് നബിയുടെ കണ്ണുകളാകട്ടെ, അതുകൊണ്ട് അള്ളാഹനെ കാണൂല. വഹുവ, അവൻ റബ്ബുൽ ആലമീൻ യുദ്രികുൽ അബ്സാർ, അവൻ നമ്മെ കാണുന്നു. സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്താണ്. അപ്പോൾ ഈ ദുനിയാവിൽ വെച്ച് നബിയാകട്ടെ ആരുമാകട്ടെ അള്ളാഹനെ കാണുകയില്ല എന്ന് ആയത്തോതിക്കൊണ്ടാണ് സ്വഹാബിമാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ആയത്തോതിക്കൊണ്ടാണ് ആദ്യം. എന്തുകൊണ്ടാണ് ആയത്തോതി പറയുന്നത്? ഒന്നാം പ്രമാണം ഖുർആനായതുകൊണ്ടാണ്. ഇനി മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കൂ. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ചില ആളുകൾ എന്ത് പറഞ്ഞു, മുഹമ്മദ് നബി മറഞ്ഞ കാര്യം അറിയുന്നവനാണ്, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ് എന്ന് നബിയെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു. അപ്പൊ അവര് പറയാം, നാളെ വരാനിരിക്കുന്ന കാര്യം, ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യം മുഹമ്മദ് നബി മുൻകൂട്ടി പറയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ അള്ളാഹുവിന്റെ മേല് വമ്പിച്ച കളവാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കാരണം? വല്ലാഹു യഖൂൽ, അള്ളാഹു പറയുന്നു, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൻ നംലിലെ 65-ാമത്തെ വചനമാണ്. എന്താ അതിന്റെ അർത്ഥം? ആയത്തോതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, പറയുക പ്രവാചകരെ, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഗൈബ്, മറഞ്ഞ കാര്യം, അദൃശ്യ കാര്യം അത് അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. അഥവാ മുഹമ്മദ് നബിക്ക് നാളെ നടക്കുന്ന കാര്യം, ഭാവിയിലെ കാര്യങ്ങള്, മറഞ്ഞ കാര്യങ്ങള് അറിയൂല എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് സ്വഹാബത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാൻ. എത്ര സംഭവങ്ങൾ അറിയുകള്. ചില ആളുകള് വിചാരിച്ചു, ഈ പിന്നെ ഖബറുണ്ടല്ലോ, ബദറിലൊരു കിണറുണ്ട്, ഖലീബ് എന്ന് പറയും. അപ്പൊ അതിൽ ഈ ബദറില് പിന്നെ മരണമടഞ്ഞിട്ടുള്ള, വധിക്കപ്പെട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ഉത്തുബത്ത്, ഷൈബത്ത് പോലെയുള്ള ആളുകളെ കിട്ടിയിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് പ്രവാചകൻ, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, മരണപ്പെട്ടവർ കേൾക്കുന്നു പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആന്റെ ആയത്തോതി, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കുന്നവരല്ല നീ. ഇങ്ങനെയുള്ള സൂറത്ത് ഫാത്തിറിലെയൊക്കെ ആയത്തുകൾ എങ്ങനെ ഓതിക്കൊണ്ടാ ജനങ്ങൾ അവരെ ബോധവൽക്കരിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞത്? എന്താ അത്? വ്യത്യസ്തമായിട്ടുള്ള പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് ഒരു മുഅ്ജിസത്ത് മാത്രമാണ്. അല്ലാതെ നമ്മളിങ്ങനെ മരണപ്പെട്ട ആ ഒരു ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ആ ഖബറാളി കേൾക്കുവോ? ഒരിക്കലും കേൾക്കൂല. അത് കേൾക്കുന്ന വിശ്വസിച്ച വിശുദ്ധ ഖുർആന്റെ നേർ വിപരീതമാണെന്ന് വിശ്വസിക്കുന്നത്. ഖുർആനിലുള്ള വിശ്വാസത്തിൽ ഇടിവ് സംഭവിക്കും. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ഒന്നാമത്തെ പ്രമാണം കൊണ്ടാണ് ജനങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് തന്നെ. ഇത് സത്യത്തിൽ എന്താ? ഖുർആന്റെ ആ ദറജ ഇടിച്ചു താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഹദീസും ഖുർആനും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ദറജ താഴ്ത്തുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താ? ഒന്നാമത്തെ പ്രമാണം ഖുർആൻ, അതിനോളം വരുന്ന ഒന്നും തന്നെ ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ഖുർആൻ മാത്രം മതി എന്നാണോ? ഒരിക്കലുമല്ല. ചില ആളുകൾ പറയാറുണ്ട് ഖുർആൻ മാത്രം മതി, ഹദീസ് ഒന്നും വേണ്ട, ഹദീസിലൊക്കെ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ജൂതന്മാരുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ ഹദീസിനെ പാടെ തള്ളുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരാണ് സത്യത്തിലെ ഹദീസ് നിഷേധികൾ. അപ്പൊ നമ്മളെ കുറിച്ച് ചില ആളുകൾ ഹദീസ് നിഷേധികൾ, ചേകന്നൂരികൾ എന്നൊക്കെ പറയാറുണ്ട്. അതേതുപോലെയാണ് പണ്ട് സമസ്തക്കാർ പറഞ്ഞിരുന്നു, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല, അവർക്ക് ഔലിയാക്കളില്ല, അമ്പിയാക്കളില്ല, അവർക്ക് അള്ള മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതെന്താ? ഒരു കള്ള ആരോപണമാണ്. നമുക്ക് ഔലിയാക്കളുണ്ട്, നമുക്ക് അമ്പിയാക്കളുണ്ട്, നമുക്ക് മുത്ത് റസൂലുണ്ട്, ഇല്ലേ? ഉണ്ട്. അവര് കളവ് പറയാ. ഖബർ സിയാറത്തല്ലേ? നമുക്ക് ഖബർ സിയാറത്തുണ്ട്, അത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് നമ്മള്. പക്ഷെ നമ്മളെ കുറിച്ച് സമസ്തക്കാരൻ ചെയ്തു, കളവ് പറഞ്ഞു. അപ്പോ അതുപോലുള്ളൊരു കളവാണ് ഇവർ പറയുന്നത്, നമ്മൾ ഹദീസ് നിഷേധികളാണ് എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ ഹദീസ് സംരക്ഷകരാണ്.
നമ്മുടെ ഒരു പ്രസിദ്ധീകരണാലയം ഉണ്ടല്ലോ കോഴിക്കോട്, അതിൻ്റെ പേരെന്താ? വെരി ഗുഡ്, യുവത അല്ലേ? യുവത ബുക്ക് ഹൗസ്, KNM, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫീസ് ഉണ്ടല്ലോ, മർക്കസുദ്ദാവ, അവിടെ നമുക്ക് കാണാം. അത് പുറത്തിറക്കിയിട്ടുള്ള ഹദീസ് വിജ്ഞാനകോശം ഉണ്ടല്ലോ, എന്താ അതിന് പറയാ? ഹദീസ് സമാഹാരം അല്ലേ? വിശ്വാസത്തെ സംബന്ധിച്ചുള്ള 2-3 വാല്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, കേരളത്തിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടുത്തെ ചേകന്നൂരികളുണ്ടല്ലോ, ഹദീസ് നിഷേധികളുണ്ടല്ലോ, അവരോട് സംവാദം നടത്തിയിട്ടുള്ള, വാദപ്രതിവാദം നടത്തിയിട്ടുള്ള ഒരേ ഒരു ടീമാരാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മർക്കസുദ്ദാവക്കാരാണ്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, അതുപോലെ മരണപ്പെട്ടു പോയിട്ടുള്ള അബ്ദുസ്സലാം സുലമി ഇടവണ്ണ റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് ഈ ഹദീസ് നിഷേധികളായ ചേകന്നൂരുകളോട് സംവാദം നടത്തിയിട്ടുള്ള ആളുകളാണ് ആര്? നമ്മൾ ഇവിടുത്തെ സമസ്തക്കാരല്ല, APO EKO സംസ്ഥാനയോ ആയിട്ടുള്ള സമസ്തക്കാരല്ല അവരോട് സംവാദം നടത്തിയത്. അതുപോലെ CD ടവറോ വിസ്ഡമോ അല്ല, ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീഗോ അല്ല, പിന്നെ ആരാ? KNM മർക്കസുദ്ദാവയാണ്. അപ്പൊ നമ്മൾ ഹദീസിന്റെ സംരക്ഷകരാണ്. അപ്പോ തീർച്ചയായും ഹദീസ് എന്താ? അത് 2ാം പ്രമാണമാണ്. ഹദീസ് സ്വീകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. സൂറത്തുൽ ഹശ്റിലെ 7ാമത്തെ വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുവിൻ, വടിയാൻ പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മതപരമായി പറഞ്ഞ കാര്യങ്ങൾ, അനുഷ്ഠിച്ച് കാണിച്ചു തന്ന കാര്യങ്ങൾ, ഉപദേശിച്ചത്, ഇതൊക്കെ എന്താണ്? സുന്നത്താണ്. മതപരമായിട്ട് ശ്രദ്ധിക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂല് മതപരമായി പറഞ്ഞ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ, ഇതാണ്. മതപരമായ അല്ലാത്ത, ദീനീപരമല്ലാത്ത പല കാര്യങ്ങളും റസൂൽ സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. അപ്പോൾ ഹദീസുകൾ ഇസ്ലാമിൻ്റെ 2ാമത്തെ പ്രമാണമാണ്. അത് വളരെ ആവശ്യമാണ്. കാരണം എന്താ? ഇപ്പോഴാ ഒരുപാട് ആളുകൾ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വരികയല്ലേ. ഹജ്ജിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. കണ്ടു നിങ്ങൾ? ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. 22ാമത്തെ അധ്യായമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഹജ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഹജ്ജ് നിർബന്ധമാക്കിയ ആയത്ത് ആലു ഇംറാനിലാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞിട്ടുള്ള 95, 96 വചനങ്ങളൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഹജ്ജ് എന്നുള്ള കാര്യം, ഹജ്ജ് ചെയ്യണം. എന്നൊക്കെയുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. തവാഫ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ഹജ്ജിന്റെ മുതൽ അവസാനം വരെ, അടി മുതൽ മുടി വരെ എവിടെല്ല? ഖുർആനില്ല. നിങ്ങൾ നോക്കൂ, ഹജ്ജിൽ പോയാൽ എന്തൊക്കെ ചെയ്യണം? തവാഫ് മാത്രമാണോ? സഅയ് മാത്രമാണോ? മുടിയെടുക്കൽ മാത്രമാണോ? അല്ല. മിനായിലേക്ക് പോകണം. മിനായിൽ അറഫയിൽ പോകണം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ പോകണം. മുസ്ദലിഫയിൽ ആ പാർത്ത് കഴിഞ്ഞാൽ ദുൽഹജ്ജ് 10 എവിടെ പോകണം? ജംറത്തുൽ അഖബയിൽ പോകണം. ജംറത്തുൽ കുബ്ര അവിടെ പോകണം. പോയാൽ മാത്രം പോരാ, കല്ലെറിയണം. കല്ല് എങ്ങനെയുള്ള കല്ല്? വലിയ പോളർ പറ്റില്ല, ചെറിയ കടലമണിയോളം പോകുന്ന കല്ലെടുത്തെറിയണം. അതെറിയുമ്പോൾ കൈകൾ ഉയർത്തണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. മനസ്സിലായില്ലേ? എന്നാൽ ആ കല്ലെടുത്ത് അങ്ങനെ ജംറയിൽ അതിലെറിഞ്ഞു. പിറ്റേ ദിവസവും അത് 11, 12, 13 ദിവസങ്ങൾ എറിയണം. അന്ന് ഇപ്പൊ 10ാമത്തെ ദിവസം ഒരു ജംറയിൽ അറിയേണ്ടത്, 11, 12, 13 3 ജംറകളിലും അറിയണം. അപ്പൊ ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളും, ദുൽഹജ്ജ് 10 ഒരുപാട് കർമ്മങ്ങളുണ്ട്. കല്ലെറിയണം, ബലിയിറക്കണം, മുടിയെടുക്കണം, അതിനുശേഷം ഹജ്ജിന്റെ തവാഫ് ചെയ്യണം, പിന്നെ സഅയ് ചെയ്യണം, എന്നിട്ട് മക്കത്ത് ഹറമെന്ന് വീണ്ടും മിനയിലേക്ക് മടങ്ങണം, മിനയിലെ രാപ്പാറ. ഇതൊക്കെ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ എവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്. അപ്പൊ ഹദീസ് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിച്ചേ മതിയാകൂ. നമസ്കാരം ഉണ്ടല്ലോ, നമസ്കാരത്തെ കുറിച്ച് അതുപോലെ എന്നൊക്കെയുള്ള ഖുർആനിൽ കാണാം. നമസ്കരിക്കണം എന്ന് കാണാം. പക്ഷേ നമസ്കാരത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഖുർആനിലുണ്ടോ? എങ്ങനെ നമസ്കാരം ആരംഭിക്കുക? പറയൂ.
വെരി ഗുഡ്. തക്ബീറത്തുൽ ഇഹ്റാം നമ്മളുണ്ടല്ലോ, നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റുക്കുൻ എന്ന് പറഞ്ഞാൽ ഈ നിയ്യത്ത് പ്രധാനമാണ്. അത് ഇല്ലാതെ നമസ്കാരം ശരിയാവില്ല. തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിന്റെ റുക്കുനുകളിൽ ഒന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ ആരംഭം എന്നുള്ള നെയ്യത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന കൈകൾ ഉയർത്തി ആ നെയ്യത്തോടുകൂടെ തന്നെ പറയണം. അങ്ങനെ നമസ്കാരത്തിൽ പ്രവേശിക്കാം. ഇപ്പോൾ ഇമാമും ജമാഅത്തും പള്ളിയിൽ നടക്കാം. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇമാമ് റുകൂലോ സുജൂദിലോ അത്തയ്യാത്തിലോ ഒക്കെ ആണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞങ്ങോട്ട് ഇരുന്നാൽ അപ്പോൾ അവൻ്റെ മനസ്സിലെന്താ, ആ റുകൂലേക്കുള്ള അല്ലാഹു അക്ബർ എന്നാണ്. അപ്പോൾ നമസ്കാരത്തിലേക്ക് ശരിക്കും പ്രവേശിച്ചവനാവില്ല. എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള നെയ്യത്ത് തന്നെ വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നത് എവിടെയാ? ഹദീസിലാണുള്ളത്. നമസ്കാരത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു സ്വത്ത്, ആ സ്വത്തിൻ്റെ ഉടമസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ ഭാഗിക്കുമല്ലേ? ഇത് ഭാഗിക്കുമ്പോഴൊക്കെ ചില നിയമങ്ങളുണ്ട്. അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ അനന്തരാവകാശ നിയമങ്ങൾ കംപ്ലീറ്റ് ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. ആൺമക്കൾക്ക് ഇത്ര, പെൺമക്കൾക്ക് ഇത്ര, മയ്യത്തിൻ്റെ ഭാര്യക്ക് ഇത്ര, മാതാപിതാക്കൾക്ക് ഇത്ര എന്നൊക്കെ വീതം വെക്കുന്നതിന് മുമ്പായിട്ട് വസിയ്യത്ത് നടപ്പാക്കണം. കടമുണ്ടെങ്കിൽ വീട്ടണം. മയ്യത്തിന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിട്ടേ ഓഹരി വെക്കാൻ പറ്റുള്ളൂ. വസിയ്യത്ത് ശർഈയായ വസിയ്യത്താണെങ്കിൽ അത് നിർവഹിച്ച ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീതം വെക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഖുർആനിൻ്റെ കൂടെ രണ്ടാം പ്രമാണമായിട്ട് ഹദീസ് വേണം എന്നുള്ളതിന് ഖുർആൻ തന്നെ നൽകുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ എന്താ പറഞ്ഞത്? മിൻ ബഅദി വസിയ്യത്തിൻ എന്നാണ്. വസിയ്യത്തിന് ശേഷം, അത് നടപ്പാക്കിയ ശേഷം എന്നാണ്. അപ്പോൾ ഈ വസിയ്യത്ത് എത്രയാണ് നടപ്പാക്കുക? ഒരാൾക്ക് ഒരു 90 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 90 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. ആ മനുഷ്യന് എത്ര വസിയ്യത്ത് ചെയ്യാം? 90 സെൻറ്റും ഞാൻ എൻ്റെ ഇന്ന മകൾക്ക് അല്ലെങ്കിൽ യതീം ഖാനക്ക് അല്ലെങ്കിൽ പള്ളിക്ക് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ പരമാവധി 1/3 വസിയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ 30 സെൻറ്റ് മാത്രം പരമാവധി, അത്രേ പറ്റുള്ളൂ എന്ന് എവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്. ഖുർആനിൽ വസിയ്യത്ത് എന്നുള്ള പദം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഹദീസ് സ്വീകരിച്ചാലേ നമുക്ക് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ തത്വങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഖുർആൻ എന്താ പറയുക, ഖുർആൻ ചിലതൊക്കെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്, അത് ബൃഹത്തായിട്ട് വിശദമായിട്ട് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹദീസുകളിലാണുള്ളത്. അപ്പോൾ ഹദീസുകൾ തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഖുർആനിൽ എന്ത് പറയുന്നുണ്ട്? ചില പദങ്ങൾ ഖുർആൻ പ്രയോഗിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ എന്നുള്ള ആയത്തുണ്ടല്ലോ. അതായത് ഈമാൻ സ്വീകരിക്കുകയും ആ ഈമാനിനോടൊപ്പം ളുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകളാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നുണ്ട്. ഇവിടെ ളുൽമ കലർത്താത്തവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്വഹാബികൾക്ക് മനസ്സിലായില്ല. അവർ നബിയോട് ചോദിച്ചു. അവ നബി എന്നെ എങ്ങനെ പറയുന്നത്? ഒരായത്തിന് വിശദീകരണം മറ്റൊരായത്ത് ഓതിക്കൊണ്ടാണ്. അതെവിടെ ഖുർആനിൽ വന്നിട്ടുണ്ട്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. കണ്ടോ, അവിടെ ളുൽമെന്ന് പറഞ്ഞു, ഇവിടെ എന്താണ്? ഷിർക്ക്. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക, തീർച്ചയായും ഷിർക്ക് ലളുൽമുൻ, അക്രമമാകുന്നു. അപ്പോൾ ആ ളുൽമ് എന്നുള്ള പദത്തെ ഷിർക്ക് എന്നുള്ള അർത്ഥം നിലയിക്കൊണ്ട് ഖുർആൻ തന്നെ പ്രയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി വ്യക്തമായി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണ് ഖുർആനിൻ്റെ അതിൻ്റെ രണ്ടാം പ്രമാണം വിശദീകരണം ഹദീസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ദീർഘമാക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഒന്നാമത്തെ പ്രമാണം ഖുർആൻ, രണ്ടാമത്തേത് ഹദീസ്. ഹദീസ് സമ്പൂർണ്ണമായിട്ട് തള്ളുക
എന്നുള്ളത് ഹദീസ് നിഷേധം മാത്രമല്ല, ഖുർആനിനെ തന്നെ അവഗണിക്കലാണ്. അത്തരം ആളുകളോട് സമരം ചെയ്തത്, സംവാദം നടത്തിയത് കേരള നിദവത്തുൽ മുജാഹിദീൻ മർക്കസുൽ ദഅവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരോട് പോരാടിയിട്ടുള്ളത്, പുസ്തകങ്ങൾ എഴുതിയത്, ഹദീസുകൾ കൂടുതലായി പ്രചരിപ്പിച്ചത് നമ്മളാണ്. എന്നിട്ട് നമ്മളെക്കുറിച്ചാണ് ഹദീസ് നിഷേധികൾ, ചേകന്നൂരികൾ എന്ന് ഇവിടുത്തെ ചില ആളുകൾ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നടത്തുന്നത്. എത്രമാത്രം വൈപരീത്യം അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്താ പറയുക, ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പോലെയല്ല. ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെ സത്യസമ്പൂർണമാണ്. ഹദീസ് അങ്ങനെയല്ല. ഹദീസിൽ എന്തുണ്ട്? സഹീഹായ ഹദീസുണ്ട്, ലഈഫായ ഹദീസുണ്ട്, മൗളൂആയ ഹദീസുണ്ട്, ഹസനായ ഹദീസുണ്ട്, അതുപോലെ തന്നെ മുൻകറായ ഹദീസുണ്ട്, മുഅല്ലലായ ഹദീസുണ്ട്, മുളത്തരിബായ ഹദീസുണ്ട്, പിന്നെ മുൻകത്തിയായ ഹദീസുണ്ട്, ഷാദ്ദായ ഹദീസുണ്ട്, മുർസലായ ഹദീസുണ്ട്. ഇഷ്ടം പോലെ ഇനങ്ങളാ ഹദീസിന്റെ കൂട്ടത്തിൽ. നിങ്ങൾ പിന്നെ ബുഖാരി ഇമാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം 6 ലക്ഷം ഹദീസുകൾ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല. താരിഖു ദിമഷ്ക് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്ര ഹദീസുകൾ? 6 ലക്ഷം ഹദീസുകൾ. എന്നിട്ട് സഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസുകളാണ് കൊടുത്തുള്ളത്? 7500 ഹദീസുകൾ. മനസ്സിലായല്ലോ? അത് ചില ഹദീസുകൾ 4 തവണ വന്നിട്ടുണ്ട്, ചിലത് 3 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് അങ്ങനെയാണെന്ത് 7500. ആവർത്തിക്കാതെ 2500ഓളം വരുന്ന ഹദീസുകൾ മാത്രമാണ് ബുഖാരിയിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇമാം ബുഖാരി ഒഴിവാക്കിയത്? എന്തുകൊണ്ടാ? തള്ളിയത് എന്തുകൊണ്ടാ? അതില് ലഈഫുണ്ട്. എന്താ ഈ ലഈഫ് പറഞ്ഞാൽ? പറയൂ. ദുർബലമായത്. മൗലൂആയ ഹദീസ് ഉണ്ട്. എന്താ മൗലൂ എന്ന് പറഞ്ഞാൽ? അതായത് പച്ച കള്ളം പറഞ്ഞിട്ട് ഉണ്ടാക്കുക നബിയുടെ മേല്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഹദീസുകളുണ്ട്. അതിലൊന്നാണ് വഴുതനങ്ങ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് ഒരു വചനം കാണാം. ഇങ്ങനെ ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. ഇതെന്താ? കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടേ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഹദീസുകൾ കൊടുക്കാം. ഇതെന്താ? അങ്ങനെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി, പിന്നെ അദ്ദേഹം വഫാത്തായി, പിന്നീട് ആരാണ്? ഉമറുൽ ഖത്താബ്. 4 ഖലീഫമാർ കഴിഞ്ഞു. പിന്നീട് മുസ്ലിം ലോകത്ത് കുറേ ഛിദ്രതകളുണ്ടായി, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടായി. ജൂതന്മാര്, അതുപോലെ ഷിയാക്കള്, ഇവരൊക്കെ എന്താണ് രംഗം കൈയടക്കി. ഇറാഖിൽ നിന്ന് ഒരുപാട് കള്ള ഹദീസുകൾ അടിച്ചു വിട്ടു. അപ്പോ ഈ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏതാനും ഹദീസുകളാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പിന്നീടൊക്കെ ഹിജ്റ പിന്നെ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ചെറുതായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആ കാലഘട്ടം ഒക്കെ ആയപ്പോഴേക്കും ധാരാളം കള്ള ഹദീസുകൾ വന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് ഇതുണ്ടല്ലോ, പിന്നെ ഈ മദ്ഹബിന്റെ ആളുകളെ, അതായത് ഹനഫികളെ കുറിച്ച് ഇവരൊരു ഹദീസ് കെട്ടിണ്ടാക്കി. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ ഹദീസ്? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. നജസിൽ നിന്ന് ഹനഫികളെ സൃഷ്ടിച്ച അല്ലാഹു മഹാപരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങോട്ടൊരു ഹദീസ് ഉണ്ടാക്കിയ എന്താ? സയകൂനു റജുലുൻ ഫീ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടാകും, യുഖാലു ലഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ എന്നാണ്. വഹുവ അളറു മിൻ ഇബ്ലീസ്. അദ്ദേഹം ഇബ്ലീസിനേക്കാൾ ഏറ്റവും ദ്രോഹം ചെയ്യുന്നവനാണ്. ഷാഫി ഹനഫിയും 2 മദ്ഹബുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. പ്രവാചകന്റെ പേര് കള്ള ഹദീസ് ഉണ്ടാക്കി. ഇത് മൗലൂആയ ഹദീസാണെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് ലഈഫ എന്ന് പറയുന്ന കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ വചനങ്ങളുണ്ട്. അത് ഈ ഖുർആൻ പോലെയല്ല ഹദീസ്. ഹദീസ് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടില്ലേ? ഖാല അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. അങ്ങനെയാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു. ഇങ്ങനെയാണ് ഹദീസിന്റെ കാര്യം. നിവേദകന്മാരുണ്ടാകും, സനദ് ഉണ്ടാകും.
റസൂലുള്ള പറഞ്ഞത് ആര് കേട്ടു? റസൂലുള്ള പറയുന്നത് ആരാ കേൾക്കുക? ആ കാലഘട്ടത്തിലുള്ള ആളുകൾ. അവരുടെ പേരെന്താ? വിശ്വാസത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് അങ്ങനെ ഈമാനോടുകൂടെ മരണമടയുന്ന ആളുകൾക്ക് എന്താ പേര് പറയൂ? സ്വഹാബ കിറാം അല്ലേ? സ്വഹാബത്ത് റസൂലുള്ള ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് റസൂലുള്ള അംഗീകരിച്ചു എന്നൊക്കെയുള്ള രൂപത്തിൽ നിവേദനം ചെയ്യാം. എന്നിട്ട് ആ സ്വഹാബിയിൽ നിന്ന് ആര് കേൾക്കണം? താബിഅ കേൾക്കണം, പിന്നെ തബഉ താബിഅ കേൾക്കണം. അങ്ങനെ കേട്ട് എവിടെ എത്തണം? ഇമാം ബുഖാരിയിലെത്തണം, ഇമാം മുസ്ലിമിലെത്തണം, ഇമാം അബൂദാവൂദിലെത്തണം, ഇമാം തിർമിദിയിലെത്തണം, ഇമാം നസായിലെത്തണം, ഇമാം ഇബ്നു മാജയിലെത്തണം. അങ്ങനെ ഓരോ റാവികളും, ഓരോ നിവേദക പരമ്പരയിലുള്ള ഓരോ വ്യക്തികളും വിശ്വസ്തന്മാരായിരിക്കണം. ഇങ്ങനെയുള്ള സനദ് മനസ്സിലായില്ലേ? ഇനിയോ ഹദീസിന് ഈ സനദ് മാത്രം പോരാ, മത്തിന് ഉള്ളടക്കം വേണം. എന്താ മത്തിന്? ഒരു ഉദാഹരണം. അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ റവാഹുൽ ബുഖാരി. ഇതൊരു ഹദീസാണ്. അപ്പോൾ ഇതിന്റെ നിവേദകനാരാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതിന്റെ കണ്ടന്റ്, ഉള്ളടക്കം എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. അതാണ് അതിന്റെ കണ്ടന്റ്, ഉള്ളടക്കം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന് സനദുണ്ട്, അതോടൊപ്പം അതിന്റെ ഉള്ളടക്കം ഉണ്ടാകും. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് അതിനുണ്ടാകുക. ഈ സനദിൽ ഏതെങ്കിലും ഒരാള് ദുർബലനാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഒരാൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? ഇപ്പോൾ നബിയുടെ മരണശേഷം ജന്മം കൊണ്ട ഒരാൾ നബി പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ, നബി എപ്പോഴാണ് മരിച്ചത് പറയൂ? ഹിജ്റ 10ാമത്തെ വർഷമാണ് ഈ ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. അത് കഴിഞ്ഞ് 11-ന്റെ ആരംഭമുണ്ടല്ലോ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ള വഫാത്താകുന്നത്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞിട്ട് 81 ദിവസം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള ദീന് പൂർത്തിയായ ഹജ്ജത്തുൽ വദായിൽ. എന്താണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അബൂ ജഅഫർ തിബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 81 ദിവസമാണ് ഏകദേശം ഈ മതം പൂർത്തിയായതിനു ശേഷം ജീവിച്ചത് എന്ന റസൂലുള്ള വഫാത്താകാൻ. അപ്പൊ റസൂലുള്ള വഫാത്തായ ശേഷം ജന്മം കൊണ്ട ഒരാള് പറയാണ് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ അവസ്ഥ എന്തായിരിക്കും? പറയൂ. അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? റസൂലുള്ള ഹയാത്തിലുണ്ടായിരിക്കുമ്പോൾ അയാൾ ജന്മം തന്നെ കൊണ്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ എന്താണ്, ഈ പരമ്പരക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കല്ലും നെല്ലും വേർതിരിക്കുന്നത് പോലെ, സ്വർണവും മുക്കുമണ്ടവും വേർതിരിക്കുന്നത് പോലെ ഈ ഹദീസിന്റെ വിഷയത്തിൽ അങ്ങനെ വേണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഖുർആന് എല്ലാം സത്യസമ്പൂർണമാണ്. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കൊന്നും തന്നെ വ്യത്യാസമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്രം, ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ആളുകൾ നിങ്ങൾ നോക്കൂ. ഒരിക്കലും പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, റസൂലുള്ളാഹിനോട് ആവലാതിപ്പെട്ടു. എന്താ ആവലാതിപ്പെടുന്നത്? ഖില്ലത്തുൽ വലദ്, എനിക്ക് കുറച്ച് കുട്ടികളുള്ളൂ, കുറച്ച് സന്താനങ്ങളേ ഉള്ളൂ. അപ്പൊ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകണം, എന്ത് ചെയ്യണമെന്നാ? അപ്പൊ റസൂലുള്ള അദ്ദേഹത്തോട് കൽപ്പിച്ചു, നീ സവാള തിന്നുക. സവാള ഉണ്ടല്ലോ, വലിയ ഉള്ളി, അത് കഴിച്ചാൽ നിങ്ങൾക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ. സുബ്ഹാനല്ലാഹ്, ഇതെന്താ? മൗലു ആയിട്ടുള്ള കള്ള ഹദീസാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടുള്ള എന്തെങ്കിലും ഒരു അറബി വാക്ക് വായിച്ചാൽ അത് ദീനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കറിയോ? സുബ്ഹാനല്ലാഹ്, ഈ മൗലവിമാർക്ക് വെള്ളിയാഴ്ച ഖുതുബ നടത്താനേ ഖുതുബന്റെ നോട്ട് ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ
എന്നെ ഒരാൾ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇതുപോലെയുള്ള വിസ്ഡം ജിന്ന് ഗ്രൂപ്പിന്റെ ഒക്കെ ഖുതുബ നോട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ നോക്കാറില്ല. ഒന്ന് നോക്കി ഒരു ദിവസം നോക്കിയപ്പോ ഖുതുബ പറയുന്ന മൗലവിമാർക്കുള്ള നോട്ടിൽ എന്താ പറയുന്നത്, 2 ഹദീസുകൾ കൊടുക്കുക. എന്നിട്ട് അതിൽ അവർ തന്നെ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ദുർബലമായ ഹദീസുകളൊക്കെ മിമ്പറിൽ വെച്ച് പറയാൻ അവർക്ക് നോട്ട് കൊടുക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള അന്ധവിശ്വാസ പ്രചാരകന്മാർ, നബിയുടെ വാക്കുണ്ടല്ലോ, അള്ളാന്റെ റസൂല് പറയാത്തത് പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കണം. അതായത് മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, പ്രവാചകന്റെ മേലും മനഃപൂർവ്വം ആരെങ്കിലും കള്ളം ചമച്ച് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ, അവന് നരകത്ത് നിന്ന് അവന്റെ ഇരിപ്പിടം സ്വീകരിച്ചു കൊള്ളട്ടെ എന്നാണ്. അവ ദുർബലമായ ഹദീസുകൾ ഇവർ പ്രചരിപ്പിക്കുക, ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമെന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? ഇവരെന്താ പറയുന്നത്? നിങ്ങൾ സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക, സൂര്യോദയം വരെ ഇരിക്കുക, എന്നിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക, എന്നാൽ പൂർണ്ണമായൊരു ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി കിട്ടും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. സഹിഹായ ഹദീസാണോ? ദുർബലമായ ഹദീസാണ്. അപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഒരു ഹദീസിലാ യദ്ഖുലു വലദുസ്നൽ ജന്ന, വ്യഭിചാരപുത്രൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എന്താ അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? അള്ളാഹ് നീതിമാനാണല്ലോ, അല്ലേ? അല്ലാഹു തആല നീതിമാനല്ലേ? അപ്പോ ഈ വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മാതാപിതാക്കളാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ മാതാപിതാക്കൾ ചെയ്ത കുറ്റത്തിന് ഈ സന്താനത്തെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് നരകം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനീതിയല്ലേ? അങ്ങനെ അനീതി പടച്ചറപ്പ് ചെയ്യുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഹദീസിൽ അങ്ങനെ വന്നിരിക്കുക. ഇത് തബ്റാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്ന വചനമാണ്. അതിൽ പറയാണ്, ലാ യദ്ഖുലു വലദുസ്നൽ ജന്ന, വ്യഭിചാരപുത്രൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ ശൈഉം മിൻ നസ്ലിഹി ഇലാ സബഅതി ആബാ, അവന്റെ 7 തലമുറ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂലാന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് എത്രമാത്രം അബദ്ധ! ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത്? വലാ തസിറു വാസിറതും വിസ്റ ഉഖ്റാ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ വഹിക്കൂല. നമ്മൾ അമല് ചെയ്താൽ നമുക്ക് ഈമാനും അമൽ സാലിഹാത്തുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. വാപ്പ ആചാര്യരായിരുന്നു, തങ്ങളായിരുന്നു പറഞ്ഞിട്ട് ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ അതുകൊണ്ടല്ലേ മുത്തു റസൂലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞല്ലോ, മോളെ സലീനി മിൻ മാരി മാ ശിഇതി, സഹീഹുൽ ബുഖാരിയിൽ കാണാം, നീ എൻ്റെ സമ്പത്തൊന്നും നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് ഉപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. മുത്ത് നബിയുടെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഹെൽപ്പിന് പ്രവാചകന്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയൂല. അപ്പോ അങ്ങനെയുള്ള നീതിമാൻ ഇങ്ങനെ പറയോ? അള്ളാഹിന്റെ ദീനിൽ ഇങ്ങനെ ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് എന്താണ്? ഖുർആനെതിരാണ്. അപ്പൊ ഖുർആനെതിരായിട്ടുള്ള ഹദീസുകൾ എന്ത് വേണം? ഒഴിവാക്കണം, തള്ളണം. ഇവരെന്താ പറയുന്നത്? ഖുർആനെതിരായിട്ട് ഹദീസേ ഉണ്ടാവൂല. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ സൂറത്തുൽ ഫുർഖാൻ എടുത്ത് നോക്കൂ, 25-ാമത്തെ അധ്യായം. അതിൽ കാണാം, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. കാഫിറുകളുടെ അമലുകളുണ്ടല്ലോ, അതിലേക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് തിരിയും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ചിതറപ്പെട്ട ധൂളികളാകും എന്ന. നല്ലവണ്ണം ശ്രദ്ധിക്കൂ. അതായത് കാഫിറുകൾ, അവിശ്വാസികളുണ്ടല്ലോ, മുഅ്മിനീങ്ങളല്ലാത്ത അള്ളാഹുവിൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ, അവർ ഈ ദുനിയാവിന്ന് എന്ത് നന്മ ചെയ്താലും പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടൂല. ദുനിയാവിന്ന് കിട്ടിയേക്കാം. ദുനിയാവിന്ന് ഇപ്പോൾ ഒരു അമ്മ, ഒരു ക്രിസ്ത്യാനിയായ അമ്മ അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ, അവരിങ്ങനെ ഒരു സ്കൂളിലേക്ക് പോണ വഴി, അവിടെ റോഡൊക്കെ മോശമാണ്, ആളുകൾ നടന്നു പോകുന്നുണ്ട്, വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട്, ഒരു പാത്രത്തിൽ, ഒരു കുടത്തിൽ കുറച്ച് മോരും വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്, ഒരു കപ്പൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അത് കുടിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ നന്മ ചെയ്യാൻ ആലോചിക്കണം.
ആ സ്ത്രീക്ക് ഒരു പക്ഷേ എന്താണ് അള്ളാഹു തആല ദുനിയാവിൽ നന്മ നൽകിയേക്കാം, പക്ഷേ ആഖിറത്തിൽ കിട്ടുമോ? കിട്ടൂല. എന്താ കാരണം? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. മനസ്സിലാക്കണം. അപ്പോൾ അവിശ്വാസി പരലോകത്ത് ചില ആളുകളുണ്ട് അങ്ങനെ, പിന്നെ ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാൻ പോകൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഗാന്ധിജി മാത്രമല്ല, വേറെ ചില ആളുകളുടെ പേര് പറയണ്ടായി, ഞാനതിവിടെ പറയുന്നില്ല. ആ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികൾ അവർക്ക് പരലോകത്ത് ഉപകാരം കിട്ടൂല. എന്നാൽ ബുഖാരിയിൽ ഒരു സംഭവം ഉണ്ട്. എന്താ പറയുക, ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന്റെ ഫലമായിക്കൊണ്ട് അബൂലഹബിന് നരകത്തിൽ പിന്നെ ശീതളപാനീയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ വിരുദ്ധല്ലേ? കിട്ടുമോ? കിട്ടൂല. എന്താ കാരണം? അവിശ്വാസികൾക്ക് പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടൂല എന്നാ. അപ്പോൾ ഇങ്ങനെ കുറേ കള്ള ഹദീസുകളുണ്ട്. അതുപോലെ ഒരു ഹദീസ് കൂടെ ഞാൻ പറയാം ആ വിഷയത്തിൽ. മുഹമ്മദ് എന്ന് പേരിട്ടാൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കപ്പെട്ടാൽ അവന് നരകത്തിൽ പ്രവേശിക്കൂല എന്നാ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ 6 ലക്ഷം ഹദീസിൽ നിന്ന് വെറും 7000 ഹദീസുകൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, മുൻകറായ ഹദീസ് ഉണ്ട്. മുൻകറായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്ന നിങ്ങൾ? അതായത് വിശ്വസ്തരായ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിന് എതിരായിട്ട് ദുർബലമായിട്ടുള്ള റാവികളുള്ള നിവേദകന്മാരുള്ള വചനം, അതാണ് മുൻകറായിട്ടുള്ള വചനം എന്ന് പറയുന്നത്. അതുപോലെ മുർസലായ വചനമുണ്ട്. എന്താ ഈ മുർസലായ വചനം എന്ന് പറഞ്ഞാൽ? മുർസലായ വചനം എന്ന് പറഞ്ഞാൽ സ്വഹാബിക്ക് ശേഷം ഉള്ള വ്യക്തി, അഥവാ താബിക്ക് ശേഷമുള്ള വ്യക്തി, അതായത് സഹാബി ഇല്ലാത്ത കൊഴിഞ്ഞു പോയിട്ടുള്ള ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുക. സനദിന്റെ അവസാനത്ത് കൊഴിഞ്ഞു പോയത് മിൻ ബഅദി താബി, അതായത് താബിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ സഹാബിയായിരിക്കും. സഹാബി കിട്ട് ആ സനദിൽ നിന്ന് വീണ് പോയത്, അതിനാണ് മുർസൽ എന്ന് പറയുക. അങ്ങനെയുള്ള വചനങ്ങളുണ്ട്. അതുപോലെ മൗഖൂഫായ വചനമുണ്ട്. മൗഖൂഫായ വചനം എന്ന് പറഞ്ഞാൽ സ്വഹാബി പറഞ്ഞത് കാല റസൂലുള്ളാഹി എന്നല്ല അതിൽ കാണുക, കാല ഇബ്നു മസ്ഊദ് അങ്ങനെയൊക്കെ കാണുക. അതിന് മൗഖൂഫായ വചനം എന്ന് പറയും. അതുപോലെ മുൻഖത്തിയായ വചനം എന്ന് പറയും. മുൻകത്ത് എന്ന് പറഞ്ഞാൽ പരമ്പര മുറിഞ്ഞത്, അതായത് രണ്ടോ അതിലധികമോ റാബികൾ മുറിഞ്ഞതിനാണെന്ന് പറയുക, പിന്നെ മുൻകത്ത് എന്ന് പറയുക. അതുപോലെ മുഅല്ലലായ വചനമുണ്ട്. അതുപോലെ തന്നെ മുദ്റജായ വചനമുണ്ട്. മുദ്റജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നബിയുടെ വാക്കുകളുടെ കൂടെ സ്വന്തം വാക്കുകളെ മിക്സാക്കിയിട്ട് നമ്മൾ പിന്നെ പലതരം ചേരുവകൾ ചേർത്ത് ചില സംഗതികൾ ഉണ്ടാക്കൂലേ എന്നതുപോലെ നബിയുടെ വാക്കിൻ്റെ കൂടെ സ്വന്തം വാക്ക് ചേർത്ത് ഉണ്ടാക്കുന്നതിനാണെന്ന് പറയുക മുദ്റജ് എന്ന് പറയുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. സഹീഹുൽ ബുഖാരിയിൽ 6347 വചനം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅബ്ബദു മിൻ ജഹദിൽ ബലാ വദറക ശക്ക വസൂഇൽ കലാം വശമാതത്തിൽ അദാ. ഈ സംഗതികളിലൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ രക്ഷ തേടിയിരുന്ന ജഹദിൽ, അതായത് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്, ചീത്ത വിധിയിൽ നിന്ന്, അതുപോലെ നമ്മുടെ പരാജയത്തിൽ ശത്രു സന്തോഷിക്കുന്നതൊക്കെ അള്ളാഹിൻ്റെ റസൂല് രക്ഷ തേടിയിരുന്നു എന്നാണ് പറയുന്നത്. കാല സുഫിയാൻ. എന്നിട്ട് ഈ ഹദീസിൽ തന്നെ പറയാൻ സുഫിയാൻ പറഞ്ഞു, അൽ ഹദീസ് സലാസും, ഇതിൽ ഹദീസ് എന്താണ് 3 എണ്ണുള്ളൂ. സിദ്തു അന വാഹിദ, ഞാനൊന്ന് വർദ്ധിപ്പിച്ചു. ലാ അദ്രി അയ്യത്തുഹുന്ന ഹിയ, വർദ്ധിപ്പിച്ചത് ഏതാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായല്ലേ? റസൂലുള്ളാഹിന്റെ വാക്കിൻ്റെ കൂടെ സ്വന്തം വാക്ക് കൂട്ടിച്ചേർത്ത അതിനാണ് എന്ത് പറയുക? മുദ്റജായ ഹദീസ് എന്ന് പറയുക. അതിനുദാഹരണമാണിത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളുണ്ട്. അപ്പോൾ ഹദീസുകൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കയറെടുക്കണ്ട, പ്രസവിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഈ ഹദീസ് എന്താണ്? ഹദീസ് എന്ന് പറയുമ്പോഴേക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പാടില്ല. അത് സഹീഹാണോ, അതിൻ്റെ പരമ്പര ശരിയാണോ, അതിൻ്റെ ആശയം ഖുർആനിന് യോജിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം, അന്വേഷിച്ച് പഠിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടത്തിൽ പറയട്ടെ, ഈ ഹദീസ് എങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് പ്രാർത്ഥിക്കാട്ടോ. കാരണം എന്താ പറയുക, ഇതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹിനോടാണ് പ്രാർത്ഥന, അള്ളാഹിനോടാണ് പ്രാർത്ഥന എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട അർത്ഥമാണ്. അത് കഠിനമായ പരീക്ഷണത്തിൽ നിന്ന്
അതുപോലെ നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് ഒക്കെ നമ്മൾ അള്ളാഹിനോട് രക്ഷ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ മുത്തരിബായ ഹദീസ് പറഞ്ഞല്ലോ, ഒരിക്കലും കൂട്ടി യോജിപ്പിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യമുള്ളതിനാണ് മുത്തരിബ് എന്ന് പറയുക. ഞാൻ നടേ സൂചിപ്പിച്ചിരുന്നു, ഇനി അള്ളാഹിൻ്റെ റസൂല് മതപരമായി ദീനിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്, ചെയ്തതാണ്, അംഗീകരിച്ചതാണ് ഹദീസ്. അല്ലാതെ പറഞ്ഞതുകൊണ്ട്, ഉദാഹരണം മഹാനായിട്ടുള്ള ഇമാം ഷാഹ് വലിയുള്ള ദഹ്ലവി പറയാൻ, ഹദീസിൻ്റെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിൽ ചിലതെന്തുണ്ട്, അത് റിസാലത്തിൻ്റെ ഭാഗമല്ലാത്തതുണ്ട്. മാ ലൈസ മിൻ തബ്ലീഗ് റിസാല, പ്രബോധനം ചെയ്യണ്ടാത്തതായ അഥവാ പ്രതിഫലം കിട്ടാത്തതായ ചില ചര്യകളുണ്ട് എന്നാണ് മഹാനവർ രേഖപ്പെടുത്തുന്നത്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിന് ഉദാഹരണം എന്താ നിങ്ങൾ, സഹീഹ് മുസ്ലിമിലെ 2363 വചനമാണ്. അതിൻ്റെ താല്പര്യം എന്താ, ഒറ്റ ചുരുക്കി പറയാം. അതായത് ആളുകൾ ഇങ്ങനെ ഈത്തപ്പനൊക്കെ പരാഗണം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഈത്തപ്പഴം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം വന്നപ്പോഴേ ഈത്തപ്പഴങ്ങളൊക്കെ വളരെ കായ് കമ്മിയായപ്പോൾ കാര്യമായിട്ട് അവരുടെ വരുമാനം എന്താ, ഒട്ടകം, ആട്, അതുപോലെ ഈത്തപ്പനയൊക്കെയാണ്. ഈത്തപ്പന വളരെ ദുർലഭമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അവർ റസൂലിനോട് പറഞ്ഞു, റസൂലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പരാഗണം ചെയ്യണ്ടെന്ന്, ഞങ്ങളത് ചെയ്തില്ല. അപ്പോൾ നോക്കുമ്പോൾ കായ കമ്മിയാണ്. അപ്പോൾ റസൂൽ പറയാൻ, അൻതും ആലിമു ബി അംരി ദുനിയാകും, മുസ്ലിമിലെ ഹദീസ, നിങ്ങളാണ് ദുനിയാവിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ എന്നാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, റസൂലുള്ളാഹിൻ്റെ വാക്കുകളിൽ ചിലത് അഥവാ മതപരമല്ലാത്ത വാക്കുകൾ അത് ദീനിൻ്റെ ഭാഗമല്ല, ആ വിഭാഗത്തിൽ പെട്ടതാണെന്ത്. ഇപ്പോൾ ഹിജാമ ചെയ്യുക, ചില ആളുകൾ മനസ്സിലാക്കില്ല, എന്താ അറിയോ, ഹിജാമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം പള്ളിയിൽ കയറിയപ്പോൾ നമുക്ക് എന്തുണ്ട്, വലത് കാല് വെച്ച് കയറി നമുക്ക് പ്രതിഫലമുണ്ട് അല്ലേ, തഹിയ്യത്ത് നമസ്കരിച്ചാൽ പ്രതിഫലമുണ്ട്, അവിടെ ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരുന്ന് നമുക്ക് എന്തുണ്ട്, പ്രതിഫലമുണ്ട്, അതൊക്കെ സുന്നത്താണ് എന്നതുപോലെ ഹിജാമ ചെയ്താലും കൂലിയുണ്ട് എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണത്, അങ്ങനെ പ്രവാചകന് ആ അല്ലാതെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് മഹാനായിട്ടുള്ള ഷെയ്ഖ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, അത് സുന്നത്തല്ല എന്നുള്ളതാണ്. അത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തല്ല. പ്രവാചകൻ എങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളത്, ഒട്ടകപ്പുറത്തായിരുന്നു. അത് സുന്നത്താണോ, കൂലി കിട്ടുന്ന കാര്യമാണോ? ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെയാണ് അവർ യാത്ര ചെയ്തത്. അതുപോലെ അവരെന്താ കഴിച്ചത്, ബാർലി, അതുപോലെ ഉണക്കമുന്തിരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ കഴിച്ചാൽ കൂലിയുണ്ടോ? ഇല്ല. അവർ വടിയോ വാളൊക്കെ പിടിച്ചാൽ നടക്കുക, നമ്മളതെടുത്താൽ കൂലിയുണ്ടോ? ഇല്ല. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ മതപരമായി പറഞ്ഞതാണ് സുന്നത്ത്, അല്ലാത്തതോ? അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ ഈ സ്ത്രീകൾ നമസ്കാര കുപ്പായം പോലുള്ള ഈ കന്തൂറ എന്ന് പറയുമല്ലോ, അറബികൾ ഇടുന്ന ഡ്രസ്സ്, അത് ഇടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. എന്താ കാര്യം, ഇവർ മനസ്സിലാക്കിയിട്ടുള്ള അത് ഇടൽ സുന്നത്താണെന്നാണ്. അതിടൽ സുന്നത്തല്ല, മറിച്ച് എന്താണ്, അത് അറബികളുടെ ആ കാലത്തെ വേഷമാണ്. തലപ്പാവ് ഇതൊക്കെ എന്താണ്, അത് അവരുടെ വേഷമാണ്. അത് പ്രതിഫലം കിട്ടുന്ന സുന്നത്തല്ല. പക്ഷേ ഈ ആളുകൾ അതൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹദീസ് നമ്മൾ വിശദീകരിക്കുമ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ, ഇവർ ഈ നമ്മുടെ വിസ്ഡം ടീം ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രമാണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ഇപ്പോൾ ഹദീസിനോട് വായിച്ചിട്ട് നബിക്ക് മാരണം ബാധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരതിന് വാദിക്കാൻ നിൽക്കുന്നത്? ഹദീസാണ്, തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ബുഖാരിയിലുണ്ട് നബിക്ക് സിഹിർ ബാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് ഒഴിവാക്കിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി എത്ര വട്ടം പോകണം? ഞാൻ പറഞ്ഞല്ലോ 6 ലക്ഷം ഹദീസിൽ നിന്ന് എത്ര ഹദീസ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നിങ്ങൾ, ഈ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഉള്ളടക്കം ശ്രദ്ധിക്കണം. ഇവിടെ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് കഠിനമായ സിഹിറായിരുന്നു എന്ന ബുഖാരിയിലുള്ളത്.
കഠിനമായിട്ടുള്ള മാരണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നത്? അത് ബാധിക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങളെല്ലാവരും ഏതെങ്കിലും ടീം, അത് CD ടവർകാരനാകട്ടെ, സമസ്തക്കാരനാകട്ടെ, വിസ്ഡംകാരനാകട്ടെ, നിങ്ങളോട് ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ സിഹിറിൽ വിശ്വസിക്കുന്നില്ല, അത് ഫലിക്കൂല എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ആയത്തോതി പറയും. എന്താ ആയത്ത്? സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായമാണ്, അതിൻ്റെ 51-ാമത്തെ ആയത്ത്, 5:1. അതെന്താ? അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താവൂത്ത്. വേദത്തിന്റെ ഒരു അംശം നൽകപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവർ ജിബ്തിൽ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ താവൂത്തിലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. യുഅ്മിനൂന ബിൽ ജിബ്തി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സിഹിറിൽ വിശ്വസിക്കുന്നു. അതാരാ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കോളൂ. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ ഹിജ്റ 774 വഫാത്തായ മഹാനാണ്. നമ്മൾ പറയല്ല, അദ്ദേഹം രേഖപ്പെടുത്തുക. എന്താ രേഖപ്പെടുന്നത്? അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമൊക്കെ എന്നെ മർഹബായിരുന്നു, അല്ലെങ്കിൽ ആ ആശയക്കാരനായിരുന്നു. അദ്ദേഹം പറയാണ്, പിന്നെ ജിബ്ത് എന്ന് പറഞ്ഞാൽ അൽ ജിബ്തു അസ്സിഹർ, ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്. അതായത് യുഅ്മിനൂന ബിൽ ജിബ്തി എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബിസ്സിഹ്രി എന്നാണ്. കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. ആര്? ജൂത ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ കൂടോത്രം, മാരണം ഫലിക്കും എന്നുള്ള വിശ്വാസം വിശ്വസിക്കുന്നവർ ആരുടെ പാതയെ പിൻപറ്റുന്നത്? ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസമാണ് പിൻപറ്റുന്നത്. നമുക്കത് ഫലിക്കുമോ? മുത്ത് നബിക്കുന്നല്ല, നമുക്കല്ല. ഒരു വിശ്വാസമുള്ളവനോ വിശ്വാസമില്ലാത്തവനോ ഒരാൾക്കും അത് ഫലിക്കൂല. നിങ്ങളൊക്കെ അങ്ങനെ വല്ലതും കണ്ടാൽ, ഇപ്പോഴാ കേരളത്തിൽ ഒരു പ്രശ്നം നടക്കുകയാണല്ലോ. കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ മാരണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഫലിക്കുമെന്ന് പറഞ്ഞാൽ അവർ പേടിച്ച്, പിന്നെ ചില നേതാക്കന്മാർ പറയുന്നു, പല പൂജാരിമാരെയും കാണുന്നു, ഇങ്ങനെയുള്ള പിന്നെ പണിക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇത് ചെയ്യുന്ന ആളുകളെ, മന്ത്രവാദികൾ, അവരെ പോയി കാണുന്നു, ക്യാഷ് കൊടുക്കുന്നു. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു കൂടോത്രം കൊണ്ടും ഒരു കടുകുമണിയോളം ഉപദ്രവം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല, ഒരു കൂടോത്രത്തിനും കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാ നമ്മൾ. കാരണം എന്താ? നമ്മൾ അള്ളാഹിൻ്റെ കിതാബിൽ വിശ്വസിക്കുന്നവരാ. അള്ളാഹിൻ്റെ കിതാബ് എന്താ പറയുന്നത്? ഒരു ദോഷം അള്ള നമുക്ക് വിധിച്ചാൽ അത് തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. നന്മ ഉദ്ദേശിച്ചാലോ അള്ളാഹിന്റെ ഔദാര്യം തടയാനും ആർക്കും കഴിയൂല. അപ്പൊ അള്ള വിധിച്ചതേ നടക്കുള്ളൂ, വേറെ ആരെന്ത് വിചാരിച്ചാലും ഒന്നും നടക്കുകയില്ല എന്നുള്ളതാ. അപ്പൊ ഉമറുൽ ഫാറൂഖ് മാത്രമല്ല ഈ അർത്ഥം പറയുന്നത്, കേട്ടോളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഅബിൽ ആലിയ വമുജാഹിദ് വഅതാ വഇക്രിമ വസഈദ് ഇബ്നു ജുബൈർ വശഅബി വൽഹസൻ വല്ലഹാഖ് വസുദ്ദി. ഇത്രയും സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരൊക്കെ ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്, അഥവാ ജൂത ക്രിസ്ത്യാനികൾ സിഹർ ബലിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ വഴിതെറ്റിയത് എന്നുള്ള ആ ആയത്ത് പഠിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ആശയം, നമ്മുടെ ആദർശം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ അൽഹംദുലില്ലാ എന്ന് 1000 വട്ടം പറയണം. നമ്മുടെ ആദർശം, മർക്കസ് ദഅവയുടെ ആശയം എന്ന് പറയുന്നത് അത് തങ്ക സമാനമാണ്, വിശുദ്ധമായ ആദർശമാണ്, ഷിർക്കിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആദർശമാണ്. നമ്മളുണ്ടല്ലോ ഹദീസിൽ പിന്നെ എങ്ങനെ യാ ഇബാദല്ലാഹ് അയ്യുനി എന്നുള്ളത് കൊണ്ട് നമ്മളത് സ്വീകരിക്കൂല. എന്താ കാരണം? എന്താ അതിൻ്റെ അർത്ഥം? അത് ഈ സന്ദർഭത്തിലാണ് എന്നൊക്കെ ചോദിക്കും. അത് മനസ്സിലാക്കണം. ഏത് കിതാബിലാണെന്നൊക്കെ എന്ത് പറയുമ്പോഴും അത് ഏത് കിതാബിലാണ്, ആര് പറഞ്ഞതാണ്, അത് ശരിയോ തെറ്റോ എന്നൊക്കെ ചിന്തിക്കണം. ചിന്തയുള്ളവരാണ് നമ്മൾ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളാണ് ആര്? മുജാഹിദുകൾ. അപ്പോൾ ഈ യാ ഇബാദല്ലാഹ് അയ്യുനി എന്നുള്ളത് ഹദീസാണെന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് നമ്മളെന്താ പറയുന്നത്? അത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഖുർആൻ്റെ തത്വങ്ങൾക്കെതിരായിട്ടുള്ള വചനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദാസന്മാരെ, അയ്യുനി എന്നെ സഹായിക്കണേ എന്നാണ്. അപ്പോൾ അതെപ്പോഴാണ് പറയേണ്ടത് അറിയുങ്ങൾ? ഈ വഴി പിന്നെ ഒരു ആരുമില്ലാത്ത, ജനങ്ങളൊന്നുമില്ലാത്ത വിജനമായിട്ടുള്ളൊരു പ്രദേശത്ത് വഴിയറിയാതെ നമ്മളിങ്ങനെ പോവുകയാണ്. നമുക്ക് ആ വഴി അറിയില്ല.
ആരും കാണാനില്ല. അപ്പോൾ ജിന്നുകൾ അവിടെ ഉണ്ടാവും, മലക്കുകൾ അവിടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് യാ ഇബാദല്ലാഹ്, ജിന്നുകളെ അല്ലെങ്കിൽ മലക്കുകളെ രക്ഷിക്കണേ, വഴി കാക്കണേ എന്ന് പറയണ. എന്നിട്ട് അതിന് ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളത് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നമ്മൾ അങ്ങനെയുള്ള സഹായതേട്ടം, മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം ആരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ആരോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ? റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമേ പാടുള്ളൂ. എന്താ കാരണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ജിന്നുകളോട് തേടല്ല, റബ്ബിനോട് മാത്രം. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടുവാൻ ഈ മർക്കസ് ദഅവ എന്നുള്ള ആശയമുണ്ടല്ലോ, ഇതിനു വേണ്ടി നമ്മൾ സമയം, ആരോഗ്യം, സമ്പത്ത് ഒക്കെ ചെലവഴിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെടുത്തണം. എല്ലാവരും ഒരു മനോഹരമായ മാലയിലെ മുത്തുമണികളെ പോലെ ആയിരിക്കണം. നമ്മൾ പരലോക ചിന്തയുള്ളവരായിരിക്കണം. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് ദീനിൻ്റെ ഷിആറുകൾ, ദീനിൻ്റെ സംസ്കാരം അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന നിർഭരരായിക്കൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട സുന്നത്തായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.